ഹായ് നമസ്കാരം, എല്ലാവർക്കും കാന്താര മുളകിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇഷ്ട വിഭവമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊമോ വീഡിയോ വിട്ടിരുന്നു, എല്ലാവരും കണ്ടു കാണുമല്ലേ? പക്ഷേ അതിലോട്ടെല്ലാം പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നുവെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. സോ ദാറ്റ് ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ ലഭിക്കാനും അതോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും ലൈക്കും എനിക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗോഡ് ഓഫ് ക്രിക്കറ്റ്, മാസ്റ്റർ ബ്ലാസ്റ്റർ, ലിറ്റിൽ മാസ്റ്റർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഇഷ്ട വിഭവമാണ് ദാൽ റൈസ്. നോർത്തേൺ ഇന്ത്യയിലെ ഫേമസ് ഡിഷ് എന്ന് മാത്രമല്ല ഒരു ട്രഡീഷണൽ ഡിഷും കൂടിയാണ് കേട്ടോ ഇത്. ഓക്കെ, സോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. തുവരപ്പരിപ്പ് 1/2 കപ്പ്, ചെറുതായി അരിഞ്ഞ തക്കാളി 3/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, അതോടൊപ്പം തന്നെ താളിക്കാനായി കടുക് 1/2 ടീസ്പൂണ്, ജീരകം 1/2 ടീസ്പൂൺ, കായം 1 നുള്ള്, പച്ചമുളക് 1-2, കറിവേപ്പില 8-10, പിന്നെ മല്ലിയില അരിഞ്ഞത്, നെയ്യ് 2 ടേബിൾ സ്പൂൺ. പരിപ്പ് കഴുകി കുക്കറിലിടാം. അതോടൊപ്പം തന്നെ തക്കാളി, മഞ്ഞൾപ്പൊടി, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കാം. കുക്കർ തുറന്ന് നോക്കാം. ഓക്കെ, നല്ല വെന്തിട്ടുണ്ട്. പരിപ്പ് നല്ല ഉടയുന്ന രീതിയിലായിരിക്കണം വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഒന്നും കൂടി സ്മാഷ് ചെയ്യാം. സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി പരിപ്പ് ഉടച്ച് കൊടുക്കാം. മറ്റൊരു പാത്രത്തിൽ താളിക്കാനായി നെയ്യ് ഒഴിച്ച് കടുക്, ജീരകം, കറിവേപ്പിലയും പച്ചമുളക്, 1 നുള്ളി കായം ഇട്ട് താളിച്ചതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പ് ഇതിലോട്ട് മാറ്റാം, ഇതിലോട്ട് ഇടാം. ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. വല്ലാതെ ലൂസാവാനും പാടില്ല കേട്ടോ. ഒരു ഗ്രേവി ടൈപ്പാണ് വേണ്ടത്. പാകത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കുക. കറി റെഡിയായിരിക്കുന്നു. ചൂടുള്ളപ്പോൾ തന്നെ മല്ലിച്ചപ്പ്, അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഇതിലോട്ട് ഇടാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലെ ഫേമസും ട്രഡീഷണലുമായിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളും കുറഞ്ഞ ഇൻഗ്രീഡിയൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടിലൻ ഡിഷുമായി അടുത്ത ആഴ്ച വരാം. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.